ഇരിക്കിരിക്കെ. നീ എന്താ ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുന്ന? താഴേക്കൊന്നും വന്നില്ലെന്ന് അമ്മ പറഞ്ഞു. ഒന്നുമില്ല അച്ഛാ, ഞാൻ വെറുതെ ഓരോന്ന് ആലോചിച്ചിരുന്നത്. മോളിങ്ങനെ വിഷമിച്ചിരുന്നാല് അത് ഞങ്ങൾക്കൊക്കെ എത്രത്തോളം സങ്കടം ഉണ്ടാവുമെന്നറിയാമോ? സൂരജിനെ കണ്ടെത്താൻ ഇനി അധികം സമയമൊന്നും എടുക്കില്ല. ചില വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാ പറയുന്നത്. ഇതൊക്കെ ഞാൻ എത്ര പ്രാവശ്യം കേട്ട വാക്കുകൾ അച്ഛാ. ആദ്യമൊക്കെ ഓരോന്ന് കേൾക്കുമ്പോ മനസ്സിൽ വലിയ പ്രതീക്ഷകളായിരുന്നു. സൂരജ് ഉടനെ തിരിച്ചു വരുന്നു ഞാൻ വിശ്വസിക്കാൻ തുടങ്ങും. പക്ഷേ കുറച്ചു കഴിയുമ്പോൾ അതെല്ലാം വെറുതെ ആയിരുന്നു എന്ന് മനസ്സിലാവും. കുറച്ചു ദിവസം മുൻപല്ലേ അച്ഛനും അമ്മയും കൂടി എന്നോട് പറഞ്ഞത് സൂരജിനെ ആരോ കാറിൽ കയറ്റിക്കൊണ്ടുപോയ കാര്യം. അതെ. എന്നിട്ട് എന്തായി? അതിന്റെ ബാക്കി എന്തെങ്കിലും അറിഞ്ഞോ? സൂരജിനെ എവിടേക്കാ കൊണ്ടുപോയതെന്നോ ആരുടെ കൂടെയാ പോയതെന്നോ എന്തെങ്കിലും വിവരം കിട്ടിയോ? അതിന്റെ ചൂട് പിടിച്ച് ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നാ ഞാൻ പറഞ്ഞത്. മോള് ടെൻഷൻ ആവാതിരിക്കേ. സൂരജിനെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന കാര്യത്തിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എല്ലാവരും എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഇതേ വാക്കുകൾ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക, അല്ലാതെ ഒന്നും നടക്കുന്നില്ല. എല്ലാരും എന്നോടിപ്പോ കാണിക്കുന്ന ഈ സ്നേഹവും കരുതലും ആദ്യമേ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ശരിക്കും ആഗ്രഹിച്ചു പോവാ. എന്താ വെച്ചാ മനുഷ്യർ ഇങ്ങനെ പെരുമാറുന്ന? മനുഷ്യർക്കെല്ലാവർക്കും അപകടം നടന്ന ശേഷം സഹതപിക്കാൻ വലിയ ഇഷ്ടാ. ആ സമയത്ത് സഹായം ചെയ്യാനും ത്യാഗം ചെയ്യാനും ഒന്നും ഒരു മടിയുമില്ല. പക്ഷെ യഥാർത്ഥത്തിൽ ചെയ്യേണ്ട സമയത്തൊന്നും ആരും ഒന്നും ചെയ്യേയില്ല. കടങ്ങൾ കൂടി ഒരു വീട്ടിലൊരാൾ ആത്മഹത്യ ചെയ്താ ആ കുടുംബത്തെ സഹായിക്കാൻ 1000 പേര് ഒന്നിച്ചു വരും. ഒരു ജപ്തി നടന്ന് അതിൽ മനംനൊന്ത് ആരെങ്കിലും മരിച്ചാ അവർക്ക് വീട് വെച്ച് കൊടുക്കാൻ ആളുകൾ തമ്മിൽ മത്സരമാണ്. പക്ഷേ ഇതൊക്കെ സംഭവിക്കും മുൻപ് അവർ ആരുടെയൊക്കെ മുന്നിൽ കൈനീട്ടിയാലും ആരും സഹായിക്കാനുണ്ടാവില്ല. ഇതൊക്കെ തന്നെ അല്ലച്ച ഇവിടെയും സംഭവിക്കുന്നത്. സൂരജിന്റെ കാര്യത്തിൽ എല്ലാവരും ഞങ്ങളെ എതിർത്തില്ലേ? എന്നിട്ടിപ്പോ സൂരജിനെ കാണാതായപ്പോ എനിക്ക് വയ്യാതായപ്പോ ഞങ്ങൾ ഒന്നിക്കുന്നതിന് ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അതെന്താ അങ്ങനെ? മോള് പറയുന്നതൊക്കെ സത്യമാണ്. ഈ ചോദ്യങ്ങൾക്കൊന്നും എൻ്റെ കയ്യിൽ ഉത്തരവില്ല. ഒരുപക്ഷെ മോള് പറയുന്നത് തന്നെയാവും അതിൻ്റെ ഉത്തരവും. ആരുടെയും മനസ്സിൽ അനുതാപമില്ല. എല്ലാവർക്കും സഹതപിക്കാനാണ് മോളെ ഇഷ്ടം. വലിയ സങ്കടത്തോടെ മറ്റുള്ളവരുടെ നഷ്ടങ്ങൾ കണ്ട് സഹായിക്കുമ്പോൾ അവർക്ക് താനെന്തോ ചെയ്യുന്നുണ്ട് എന്നൊരു സംതൃപ്തി ഉണ്ടാവും. അവരുടെ സംതൃപ്തി കൊണ്ട് നഷ്ടപ്പെട്ടവർക്ക് അതൊന്നും ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. മോളെ, നിന്റെ സങ്കടം എനിക്ക് മനസ്സിലാവും. പക്ഷേ സൂരജിന്റെ കാര്യത്തിൽ അധിക നാളൊന്നും വിഷമിക്കേണ്ടി വരില്ല. ഇത് ഞാൻ മോളെ വെറുതെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്ന ഒന്നുമല്ല. അധികം താമസിക്കാതെ സൂരജ് തിരിച്ചു വരും, അതെനിക്ക് ഉറപ്പാ. എത്ര നാൾക്കുള്ളിൽ വരുമെന്ന് അച്ഛൻ പറയുന്ന? ഒരാഴ്ചക്കുള്ളിൽ, അല്ലെങ്കിൽ ഏറിയാൽ 2 ആഴ്ചക്കുള്ളിൽ സൂരജ് തിരിച്ചു വന്നിരിക്കും. അതിനപ്പുറം പോവില്ല മോളെ. ഇത്ര ഉറപ്പോടെ അച്ഛൻ ഇതിനു മുൻപ് എന്നോട് സംസാരിച്ചിട്ടില്ല. ഈ വാക്കുകൾ ഞാൻ വിശ്വസിക്കുക. 2 ആഴ്ചയ്ക്കുള്ളിൽ എന്റെ കാത്തിരിപ്പിനൊരു അവസാനം ഉണ്ടാകുമെന്നും എന്റെ പ്രാർത്ഥനകൾ ഈശ്വരൻ കേൾക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുക. വരും മോളെ, അവൻ തിരിച്ചു വരും. സൂരജിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം മോളെ. പണം കണ്ടെത്താൻ ഞാൻ ആവുന്ന രീതിയിലെല്ലാം ശ്രമിക്കുന്നുണ്ട്. സൂരജിനെ തട്ടിക്കൊണ്ടുപോയവരെ ഇത്രയും പണം ചോദിക്കുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അവർക്ക് സൂരജ് കാരണം എന്തെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടാവും. അതുകൊണ്ടാവും അവർ അത്രയും എമൗണ്ട് ചോദിക്കുന്നത്. നമുക്കറിയാത്ത എന്തോ കാര്യങ്ങള് ഇതിന്റെ പിന്നിലുണ്ട് മോളെ. സൂരജിനെ കൊണ്ടുപോയൊരു കഞ്ചാവോ മദ്യമോ ഒന്നും കടത്തുന്നവരല്ല. ഇത് മറ്റെന്തോ കേസാ.
അച്ഛാ, അവരാരാന്ന് എനിക്കറിയില്ലെങ്കിലും എന്തിനവർ സൂരജിനെ കൊണ്ടുപോയിരിക്കുന്നതെന്ന് എനിക്കറിയാം. ഞാനത് പറഞ്ഞ അച്ഛൻ അതൊരു പ്രശ്നമാക്കി ബീനാമ്മയോടോ സൂരജിന്റെ മുത്തശ്ശനോടോ ചോദിക്കില്ല എന്ന് എനിക്ക് ഉറപ്പ് തരണം. ഇല്ല, ഞാൻ ചോദിക്കില്ല. മോള് കാര്യം എന്താന്ന് പറ. മുമ്പ് ഇവിടുന്ന് ഭഗവാന്റെ വിഗ്രഹം മോഷണം പോയില്ലേ? ആ, അതിന് പിന്നില് സൂരജും മുത്തശ്ശനും ബീനാമ്മയും ഉണ്ട്. അവരെല്ലാവരും ചേർന്ന വീട്ടിൽ നിന്ന് വിഗ്രഹം എടുത്തു കൊടുത്ത്. അന്ന് പക്ഷേ അവര് വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല. പക്ഷെ വിഗ്രഹം കൊടുക്കുന്നതിന് മുമ്പ് സൂരജും മറ്റും 35 ലക്ഷം രൂപയോ 50 ലക്ഷം രൂപയോ അഡ്വാൻസ് ആയിട്ട് വാങ്ങിച്ചിരുന്നു. പിന്നീട് പല പ്രശ്നങ്ങളും ഉണ്ടാവുകയും അവർക്ക് വിഗ്രഹം കിട്ടാതിരിക്കുകയും ചെയ്തു. ഒടുവിൽ ഭഗവാന്റെ ലീല പോലെ വിഗ്രഹം പഴയ ക്ഷേത്രത്തിലേക്ക് തന്നെ എത്തിച്ചേർന്നു. ആ സമയത്ത് സൂരജും മുത്തശ്ശനും ബീനാമയും ഒക്കെ രക്ഷപ്പെട്ടെങ്കിലും അന്ന് വിഗ്രഹത്തിന് അഡ്വാൻസ് കൊടുത്ത ആളുകള് ഇപ്പൊ സൂരജിനെ പിടിച്ചു വച്ചിരിക്കാം. അതില് മുത്തശ്ശനുള്ള പങ്കും അവർക്കറിയാൻ തോന്നുന്നു. ഇതൊക്കെ എങ്ങനെയാ മോൾ അറിഞ്ഞത്? എന്നോട് ബീനാമയും മുത്തശ്ശനും എല്ലാം തുറന്നു പറഞ്ഞു. എന്തൊക്കെയാ ഇവിടെ സംഭവിച്ചത്? സ്വന്തം വീട്ടിൽ നടന്ന കാര്യങ്ങൾ പോലും ഞാൻ ഇതുവരെ അറിഞ്ഞില്ലല്ലോ. ചെയ്തു പോയതിനെല്ലാം മുത്തശ്ശനും ബീനാമയും ക്ഷമ പറഞ്ഞു. ക്ഷമ പറഞ്ഞുകൊണ്ട് എന്താ കാര്യം? ചെയ്ത തെറ്റ് തെറ്റല്ലാതാവില്ലല്ലോ. അവര് ചെയ്തതിനുള്ള ശിക്ഷ അവർ അനുഭവിച്ചേ പറ്റൂ. മോക്ക് അവരോട് ക്ഷമിക്കാൻ സാധിച്ചു എന്ന് വരാം, പക്ഷെ എനിക്കതിന് സാധിക്കില്ല. ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിട്ടാ ഒന്നും അറിയാത്ത പോലെ അവരെന്നോട് പെരുമാറിയത്. സൂരജനെ രക്ഷിക്കാനായിട്ട് പണത്തിന് വേണ്ടി ഞാൻ എവിടേക്ക് അലഞ്ഞെന്നോ? ഈശ്വര, ഇനി സൂരജിനെ രക്ഷിക്കാൻ ഹരിയേട്ടൻ പണം തരുമെന്ന് തോന്നുന്നില്ല. അതിന് വേറെ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കണം. ഇനി അവന് വേണ്ടി ഒന്നും ചെയ്യാൻ ഞാനില്ല. ചെയ്ത കർമ്മങ്ങളുടെ ഫലം എല്ലാരും അനുഭവിക്കട്ടെ. അങ്ങനെ അല്ല അച്ഛാ. അന്ന് നടന്ന സംഭവങ്ങളെല്ലാം ഓരോ കാര്യങ്ങൾ നടക്കുന്നതിനായിട്ട് ഭഗവാൻ തന്നെ ചെയ്യിച്ചതായിരിക്കും. അതുകൊണ്ടല്ലേ വിഗ്രഹം പഴയതുപോലെ ക്ഷേത്രത്തിൽ തന്നെ തിരിച്ചെത്തിയത്. അങ്ങനെ ആലോചിച്ച അന്ന് നടന്ന സംഭവങ്ങളെല്ലാം വലിയ അത്ഭുതമായിട്ട് നമുക്ക് തോന്നും. ശരിക്കും നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചാൽ എല്ലാം അത്ഭുതം തന്നെയല്ലേ? പലതിന്റെയും ലോജിക്ക് നമ്മുടെ മനസ്സ് കണ്ടെത്തുന്നത് തന്നെയല്ലേ? ഒരു വിത്തിനുള്ളിൽ വലിയൊരു മരത്തിന്റെ സാധ്യത ഒളിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന പോലെ എല്ലാം ഭഗവാന്റെ ലീലയച്ച. നമ്മളതില് ആരോടും ദേഷ്യം വെച്ച് പുലർത്തേണ്ട കാര്യമില്ല. അന്ന് അറിഞ്ഞോ അറിയാതെയോ വിഗ്രഹത്തിൽ തൊട്ടവരെല്ലാവരും മനസ്സ് മാറി നല്ലവരായി. സത്യത്തിൽ ഒരു മനുഷ്യന്റെ ജന്മം ലക്ഷ്യത്തിലെത്താൻ യാത്ര തുടങ്ങുന്നത് അത്തരമൊരു മാറ്റം സംഭവിക്കുന്നതിലൂടെയല്ലേ? അതുകൊണ്ട് നമുക്കത് മറക്കാം. സൂരജിനെ രക്ഷിക്കാൻ നമ്മളെ കൊണ്ടാവുന്നത് ചെയ്യാം. മോളുടെ അഭിപ്രായം അങ്ങനെയാണെങ്കിൽ നമുക്കങ്ങനെ ചെയ്യാം. എന്നാലും ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റാത്ത സംഭവങ്ങളായിപ്പോയി. ആദ്യം എനിക്കും അങ്ങനെ തന്നെയാ തോന്നിയത്. പിന്നെ ആലോചിച്ചപ്പോ ഇതൊക്കെ സംഭവിക്കേണ്ടത് തന്നെ ആയിരിക്കും എന്ന് തോന്നി. മനസ്സിലായി. പിന്നെ അച്ഛാ, തൽക്കാലം ഞാനിതൊക്കെ അച്ഛനോട് പറഞ്ഞതായിട്ട് ആരും അറിയണ്ട. വെറുതെ ബീനാമിക്ക് അതൊരു വിഷമവും. ശരി, ഞാൻ പറയുന്നില്ല. മോള് കിടന്നു. എന്റെ മോനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം ആദർശ്. ഈ അവസ്ഥയില് എന്നെ സഹായിക്കാൻ ആരുമില്ല. ഈ സമയത്ത് ആദർശിനോട് പണം ചോദിക്കാനും സൂരജിന്റെ അവസ്ഥ പറയാനും ഒക്കെ എല്ലാവർക്കും മടിയ. അതാ സൂരജിനെ ആരോ പിടിച്ചു വെച്ച് പണം ആവശ്യപ്പെട്ട കാര്യം ആരും ഇതുവരെ പറയാതിരുന്നത്.
ആരാണ് സൂരജിനെ പിടിച്ചു വച്ചിരിക്കുന്നത്? എനിക്കറിയില്ല. അവരാരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല. സൂരജ് കാരണം അവർക്ക് എന്തൊക്കെയോ നഷ്ടം വന്നു എന്നൊക്കെയാ അച്ഛനോട് പറഞ്ഞത്. എന്ത് നഷ്ടം? അറിയില്ല ആദർശ്. ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ആന്റി? ആരെങ്കിലും വന്ന് വെറുതെ പണം ചോദിച്ചാൽ നമുക്ക് കൊടുക്കാൻ പറ്റുമോ? സാധാരണ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയി പണം ആവശ്യപ്പെടുന്നവരാണെങ്കിൽ അവരിങ്ങനെയൊന്നും ഡീൽ ചെയ്യില്ല. അപ്പോ അതിന് പിന്നിൽ തക്കതായ എന്തോ ഒരു കാരണമുണ്ട്. സൂരജിനെ പിടിച്ചു വെച്ച് ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് അവരെന്തിനാ മുത്തശ്ശനെ കോണ്ടാക്ട് ചെയ്യുന്നത്? ഹരിയങ്കലിനെയോ ബീനാന്റിയോ ആയിരുന്നില്ല ആദ്യം അറിയിക്കേണ്ടിയിരുന്നത്. സൂരജിനെ കുറിച്ച് അന്വേഷിക്കാൻ പോകാൻ മുത്തച്ഛൻ എന്നെ പറഞ്ഞു വിട്ടതാ. അതിനുശേഷം ഇങ്ങനൊരു ഡെവലപ്മെന്റ് ഉണ്ടായിട്ട് അത് എന്നെ അറിയിച്ചിട്ടേ ഇല്ല. അതിന്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ. ആദർശിനോട് പണത്തിന്റെ കാര്യം പറയാൻ എല്ലാവർക്കും മടിയാ. മീരയുമായി ആദർശ് പിണങ്ങിയിരിക്കുന്നത് കൊണ്ട് ആദർശ് ഇക്കാര്യത്തിൽ മടി പറഞ്ഞാലോ എന്നാ എല്ലാവരും കരുതുന്നത്. പക്ഷേ എനിക്കിനിയും അങ്ങനെ ചിന്തിച്ചിരിക്കാൻ പറ്റില്ല. സൂരജ് എന്റെ മകനാ. എനിക്ക് അവനല്ലാതെ വേറെ ആരുമില്ല. ഇത്രയും പണം മുടക്കി സൂരജിനെ രക്ഷിക്കാൻ ആരും മനസ്സ് കാണിക്കുന്നില്ല. ഹരിയേട്ടന് പോലും അങ്ങനെ ഒരു താല്പര്യമില്ല. ഹരിയങ്ങളുടെ കയ്യിൽ അത്രയും പണം ഉണ്ടാവില്ല. മീരയ്ക്കായിരുന്നു ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായതെങ്കിൽ ഹരിയേട്ടൻ എങ്ങനെയെങ്കിലും പണം കണ്ടെത്തിയേനെ. ഈ സമയത്ത് എല്ലാവർക്കും സൂരജിന്റെ പഴയ കാലം ചികയാനും അവനെ കുറ്റം പറയാനും ഒക്കെ ഉത്സാഹം. ഇത്രയൊക്കെ വലിയ പ്രശ്നം ഉണ്ടാവാൻ മാത്രം സൂരജ് എന്താണ് പണ്ട് ചെയ്തത്? ഏതെങ്കിലും മാഫിയ ടീമുമായിട്ട് സൂരജിന് ബന്ധമുണ്ടായിരുന്നോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ചെറുപ്പത്തില് എല്ലാ ആൺകുട്ടികളും ഓരോ കൂട്ടുകെട്ടിലൊക്കെ ചെന്ന് ചാടില്ലേ? അത്തരം ചില പ്രശ്നങ്ങളല്ലാതെ വലിയ കുഴപ്പങ്ങളൊന്നും സൂരജിന്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. ഇതൊക്കെ ഇപ്പൊ ഓരോ സമയദോഷം കൊണ്ട് വന്നു പെടുന്നു എന്നല്ലാതെ എന്തു പറയാനാ? സൂരജിനെ പിടിച്ചു വെച്ചിരിക്കുന്നവരോട് എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറയൂ. ഞാൻ അവരുമായിട്ട് സംസാരിച്ചിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം. ഞാൻ എങ്ങനെയാ ഇതൊക്കെ ആദർശിനെ പറഞ്ഞു മനസ്സിലാക്കുക എന്ന് എനിക്കറിയില്ല. അവരാകെ ഇതുവരെ കോണ്ടാക്ട് ചെയ്തിരിക്കുന്നത് സൂരജിന്റെ മുത്തശ്ശനെ മാത്രം. അതും അവര് നേരിട്ട് വന്നാ സംസാരിക്കുന്നത്. അങ്ങനെയൊക്കെ ചെയ്യുന്നത് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയായിരിക്കില്ലേ? അങ്ങനെയുള്ളവരോട് എങ്ങനെയാ ആദർശിനെ കോണ്ടാക്ട് ചെയ്യാൻ പറയുന്നത്? സൂരജിനെ രക്ഷിക്കേണ്ടത് നമ്മുടെ മാത്രം ആവശ്യമാണ്. അതിന് പണം കൊടുക്കാന്നല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ഇത്രയും പണം ചോദിച്ചു ചെന്നാ തരാൻ പറ്റുന്ന വേറൊരാളെ എനിക്ക് അറിയേയില്ല. അതാ ഞാൻ ആദർശിനോട് ചോദിച്ചത്. എങ്ങനെയെങ്കിലും സൂരജിനെ രക്ഷിക്കണം. എന്നെ കൊണ്ട് സാധിക്കുന്ന എന്ത് സഹായവും ഞാൻ ചെയ്തു തരാം. എന്ത് സഹായം? മീരയുമായുള്ള ബന്ധം പിരിയാനാണ് ആദർശ് ശ്രമിക്കുന്നതെങ്കിൽ അതിനു വേണ്ട സഹായം പോലും ചെയ്യാൻ ഞാൻ ഒരുക്കോ. അല്ലാതെ എന്റെ മുൻപിൽ മറ്റൊരു വഴിയുമില്ല. ഒരമ്മയാ ഞാൻ. എന്റെ മകന്റെ ജീവനപ്പുറം മറ്റൊന്നിനും എന്റെ മുൻപിൽ സ്ഥാനമില്ല ആദർശ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. എന്നെ കൈവിടരുത്, സഹായിക്കണം. ഇതിൽ കൂടുതലായിട്ട് എങ്ങനെയാ ഞാൻ അപേക്ഷിക്കണ്ടെന്ന് എനിക്കറിയില്ല. പണത്തിന്റെ കാര്യത്തിൽ തരാൻ ആദർശിന് വല്ല ബുദ്ധിമുട്ടുവാണെങ്കിൽ മറ്റാരിൽ നിന്നെങ്കിലും കടമായിട്ട് വാങ്ങി തന്നാലും മതി. എങ്ങനെയെങ്കിലും ഞങ്ങളത് തിരിച്ചു കൊടുത്തോളാം. ഇനി സൂരജിന്റെ ജീവൻ വെച്ച് പരീക്ഷിക്കാൻ സമയമില്ല. അവൻ എന്തെങ്കിലും സംഭവിക്കും മുൻപ് രക്ഷിച്ചേ പറ്റൂ. ആന്റി സമാധാനായിട്ടിരിക്കെ, ഞാനൊന്ന് ആലോചിക്കട്ടെ. എനിക്ക് ഒരു ദിവസത്തെ സമയം വേണം. എന്തായാലും ഞാൻ വിളിക്കാം, അല്ലെങ്കിൽ വീട്ടിലേക്ക് വരാം. മോനെ, വേറൊരു വഴിയും എന്റെ മുമ്പിലില്ല. എല്ലാ പ്രതീക്ഷയും നിന്നിൽ മാത്രം. എനിക്ക് മനസ്സിലായി, നോക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആന്റി സമാധാനമായിട്ട് പോകും, നമുക്ക് ശരിയാക്കാം. ആദർശിനെ പോയി കണ്ട പ്രയോജനം ഉണ്ടാകില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെന്തിനാ സംസാരിക്കാൻ പോയത്? ആദർശല്ലാതെ മറ്റൊരു വഴിയും എന്റെ മുൻപിൽ കാണുന്നില്ല. മീര ഹരിയേട്ടനോട് വിഗ്രഹത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഹരിയേട്ടനും നമ്മളെ ഉപേക്ഷിക്കാനാണ് സാധ്യത. എനിക്കങ്ങനെ തോന്നുന്നില്ല. ഹരി ചിലപ്പോ ആദ്യം ഒന്ന് ദേഷ്യപ്പെട്ടേക്കാം, എന്നാൽ ഉപേക്ഷിക്കാൻ സാധ്യതയില്ല.
ഹരിയെ കൊണ്ടാവും വിധം നമ്മളെ സഹായിക്കാനാണ് സാധ്യത. അതൊന്നും എനിക്കറിയില്ല. എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും സൂരജിനെ രക്ഷിച്ചേ പറ്റൂ. അതിനുവേണ്ടി ആരുടെ കാല് പിടിക്കാനും എനിക്ക് ഒരു മടിയുമില്ല. എന്റെ കുഞ്ഞിനപ്പുറം ഈ ലോകത്ത് എനിക്ക് എന്താ വലുതായിട്ടുള്ളത്? ശരിയാണ്. എന്നാലും ആദർശ സഹായിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എനിക്കറിയില്ല അച്ഛ. ഇത്രയും പണം അവര് ചോദിക്കാനും മാത്രം സൂരജ് എന്ത് തെറ്റാ ചെയ്തതെന്ന് ആദർശ് എന്നോട് ചോദിച്ചു. എന്നിട്ട് ബീന എന്ത് പറഞ്ഞു? എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഓ, ആദർശ് അത് വിശ്വസിക്കുവോ? വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അങ്ങനെ ഒരു മറുപടിയല്ലേ എനിക്ക് പറയാൻ പറ്റൂ. ആ, അത് ശരിയാണ്. ആദർശ് പണം തരാന്ന് ഇതുവരെ സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്കതിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല. അല്ലെങ്കിലും പണം ഉള്ളവരുടെ കയ്യിൽ നിന്നും അത് വാങ്ങിയെടുക്കാനാണ് ഏറ്റവും പ്രയാസം. അത് വിചാരിച്ച് നമുക്ക് ശ്രമിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഒരു വഴിയും കിട്ടിയില്ലെങ്കിൽ പോലീസിൽ അറിയിച്ചാലോ എന്ന് ഞാൻ ആലോചിച്ചതാ. പക്ഷേ മറ്റു കാര്യങ്ങളൊന്നും അവർ കണ്ടെത്താത്ത രീതിയിൽ നമ്മൾ കഥ മെനയണം. അതൊന്നും നടക്കില്ല അച്ഛ. പഴയ കേസൊക്കെ അവര് ചികഞ്ഞെടുത്ത് ചോദ്യം ചെയ്യുമ്പോ തന്നെ നമ്മുടെ കള്ളത്തരം പൊളിയും. അത് മാത്രമല്ല, സൂരജിനെ അവന്മാരെ എവിടെയാ ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. അതിനെക്കുറിച്ച് എന്തെങ്കിലും ധാരണ അച്ഛനുണ്ടോ? ഓ ഇല്ല. അവര് കർണാടകയിലാണെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും കണ്ടെത്താൻ സാധിക്കില്ല. അപ്പൊ പിന്നെ പണം കൊടുക്കുക എന്നല്ലാതെ നമ്മുടെ മുമ്പിൽ വേറെ വഴിയൊന്നുമില്ല അല്ലേ? ആ ഇല്ല. ആദർശ് പണം തന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? എവിടുന്ന് പണം സംഘടിപ്പിക്കും? വേറെ ആരാ അച്ഛാ നമ്മളെ ഒന്ന് സഹായിക്കാനുള്ളത്? ആരും സഹായിക്കില്ല. പണത്തിനുള്ള വഴി നമ്മൾ തന്നെ കണ്ടെത്തണം. അതിനുവേണ്ടി കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നാലും പണം സംഘടിപ്പിച്ചല്ലേ പറ്റൂ. അതെങ്ങനെയാണെന്നാ ഞാൻ ചോദിച്ചത്. എനിക്കാണെങ്കിൽ നേരായ മാർഗം ഒന്നും മനസ്സിൽ തോന്നുന്നില്ല. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്രയും പണം കിട്ടാൻ നേരായ മാർഗം ഒന്നും ഇല്ല അച്ഛാ. ഇക്കാര്യത്തിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ സഹായം ചോദിക്കാനൊന്നും പറ്റില്ലല്ലോ. നേരല്ലാത്ത മാർഗങ്ങൾ എന്താണെങ്കിലും അച്ഛൻ പറഞ്ഞു. നമുക്ക് ശ്രമിക്കാം. എന്തായാലും ആദർശ് കുറച്ച് സമയം ചോദിച്ചിട്ടില്ലേ, അത് കഴിയട്ടെ. കാത്തിരുന്നിട്ട് ഫലം ഉണ്ടായില്ലെങ്കിലോ? നമുക്ക് വേറെ വഴി എന്തെങ്കിലും നോക്കാം. അതുവരെ ക്ഷമിച്ചല്ലേ പറ്റൂ. ഭഗവാനെ രക്ഷിക്കണേ. ആദർശിനെ സഹായിക്കാൻ തോന്നണേ. അല്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും അതപ്പതിച്ച വഴികളിൽ വീണു പോവും. അതിനിട വരുത്തല്ലേ ഭഗവാനെ. അങ്ങനെയൊന്നും പറയരുത് ബീനെ. ഈശ്വരനെ പരീക്ഷിക്കാൻ മാത്രമൊന്നും നമ്മളായിട്ടില്ല. ഈ പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ ഒരു വഴി കാണിച്ചു തരാൻ പ്രാർത്ഥിക്കുക. അല്ലാതെ നമുക്കിപ്പോ ഒന്നും ചെയ്യാനില്ല. ഭഗവാനെ, കൃഷ്ണ രക്ഷിക്കണേ. സൂരജിനെ പിടിച്ചു വച്ചിരിക്കുന്നവരിൽ നിന്നും എത്രയും പെട്ടെന്ന് രക്ഷിക്കാൻ സാധിക്കണേ. ഓരോ കാര്യങ്ങളും സംഭവിക്കുന്നതിന് പിന്നിൽ പല കാരണങ്ങളും ഉണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും അതൊന്നും മനസ്സിലാക്കാതെ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളോട് പ്രതികരിക്കാനും അത് വിഷമങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അതിൽ ദുഃഖിക്കാനും അല്ലേ ഞങ്ങൾക്കറിയൂ. എല്ലാം ഭഗവാന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. എല്ലാവർക്കും നന്മ മാത്രം ഉണ്ടാവട്ടെ. മനസ്സിലെപ്പോഴും ഭഗവാന്റെ നാമവും ചിന്തയും നിറയാൻ അനുഗ്രഹിക്കണേ കൃഷ്ണ. മീര എത്തിയോ? ഞാനിവിടെ ആരെയും കാണാതെ തിരികെ പോയാലെന്ന് കരുതിയതാ. ഞാനൊന്ന് ക്ഷേത്രത്തിൽ പോയതാ. അപ്പൊ ആന്റി അങ്കിളോ? പുറത്തേക്ക് പോവൂന്ന് പറഞ്ഞിരുന്നു. ഞാൻ വെറുതെ നിങ്ങളെയൊക്കെ കാണാൻ സംസാരിക്കാന്നൊക്കെ കരുതി ഇറങ്ങിയതാ. താക്കോൽ ഇവിടെ വെച്ചിട്ടുണ്ടാവും, ഞാനൊന്ന് നോക്കട്ടെ. ആഹാ, ഇതെപ്പോഴും ഇവിടെ വെച്ചിട്ടാണോ എല്ലാവരും പോകുന്നത്? അല്ല, അങ്ങനെ എല്ലാവരും ഒരുമിച്ച് പോകുന്നത് കുറവല്ലേ. അങ്ങനെ പോവേണ്ടി വന്നാൽ പല സ്ഥലത്തും മാറ്റിവെക്കും. അതെവിടെയാണെന്ന് മെസ്സേജ് അയച്ച് വരുന്ന ആൾക്ക് പറഞ്ഞു കൊടുത്താൽ മതിയല്ലോ. അതെ, എന്നാലും റിസ്ക് ആണ്. നമ്മളെക്കാൾ സ്പീഡിൽ ചിന്തിക്കുന്നവരാ കള്ളന്മാര്. മുൻപ് ഇവിടുന്ന് വിഗ്രഹം വരെ മോഷണം പോയിട്ടുള്ളതല്ലേ.
എന്താ മീര, എന്തു പറ്റി? ഒന്നുമില്ല. വിഗ്രഹത്തിന്റെ കാര്യം പറഞ്ഞപ്പോ പെട്ടെന്ന് എന്തോ പോലെ തോന്നി. വാ. മനസ്സിനാകെ ഒരു സുഖമില്ല മീര. നിനക്കാണെങ്കിൽ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാലെങ്കിലും ഇത്തിരി സമാധാനം കിട്ടും. എനിക്കാണെങ്കിൽ അതിനു പോലും വയ്യ. ഇവിടെ ഇരിക്കാം. അതെന്താ? പ്രാർത്ഥിക്കാനുള്ളൊരു മനസ്സെങ്കിലും ഉണ്ടാകണ്ടേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഭഗവാൻ എനിക്ക് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ തരുന്നത്? ഇത്രയൊക്കെ വിഷമിക്കാനും മാത്രം വലിയ പാപങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല മീര. അങ്ങനെ ചിന്തിക്കുന്ന തെറ്റാ വിദ്യ. നമുക്ക് വന്നു ചേരുന്ന സങ്കടങ്ങളും പ്രശ്നങ്ങളും എല്ലാം സംഭവിക്കുന്നതിന്റെ കാരണങ്ങൾക്ക് നമ്മൾ അറിയാത്ത പല രഹസ്യങ്ങളും ഉണ്ടാവും.